ക്ലാസുകൾക്കൊപ്പം ഇനി ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി കോഴ്സ് പഠനം തുടങ്ങാം. പറയാച്ചാ എത്തിയാ? എന്താന്ന്? ആ, കടയിലല്ലേ? എന്നാ പിന്നെ വല്ല വണ്ടിയും വിളിച്ചു പോ. ആ, എൻ്റെ അച്ഛൻ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛൻ കേട്ടില്ല. അച്ഛൻ ഒന്ന് വെച്ചിട്ട് പോയാച്ചാ എനിക്കിവിടെ പണിയുണ്ട്. ആ ശരി. എന്താണ് അമ്മേനെ അച്ഛൻ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അപ്പം എൻ്റെ ഫോൺ വേറെ ഫോണിലായിരുന്നേ. ആ, നന്നായി. അത് മൊത്തം ഇപ്പം ഞാൻ കേട്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. വേറെ കുറച്ചും കേട്ടോ. എന്താ പറ്റിയേ? അച്ഛൻ്റെ വർക്ക് സ്ഥലം ഉണ്ടല്ലോ, കോളേജിന്റെ പണിസ്ഥലം. അതേതോ മൊട്ടക്കുന്നിന്റെ മണ്ടയ്ക്കാണെന്ന്. അവിടെ ഒരു കട പോലും ഇല്ലെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞതാ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ. ഇവിടെ കഴിച്ചിട്ട് പോവായിരുന്നല്ലോ. ഇതിപ്പോൾ ആരെങ്കിലും അറിഞ്ഞോ വെളുപ്പാങ്കാലത്തെ ഓടിപ്പോകുന്നു? ഇപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊരു രാവിലെ 2 ദോശയും കഴിപ്പിച്ച് 2 ദോശ കൊടുത്തും വിടായിരുന്നു. അവിടെ പോയിരുന്ന് കഴിക്കായിരുന്നു. ഞാൻ പറഞ്ഞതാ അമ്മ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ. അപ്പൊ എന്റെ അടുത്ത് ചൂടായി. 1 മണിക്കൂർ കൂടെ നീ സദ്യ ഉണ്ടാക്കി തരുമോന്ന്. അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലേ അച്ഛൻ പണിക്ക് പോണ സൈറ്റ് ഏതോ വല്ലാത്ത സ്ഥലത്താന്ന്. അപ്പൊ പിന്നെ ചേച്ചിക്ക് രാവിലെ എണീറ്റ് എല്ലാം വെച്ച് കൊടുത്തുവിടായിരുന്നു. 2 ദോശയും കുറച്ച് ചമ്മന്തിയും ചോറും വെച്ച് കൊടുത്താലും അച്ഛൻ കഴിച്ചിട്ട് പോകത്തില്ലായിരുന്നു. നീ കേട്ടതായിരുന്നല്ലോ. നീ അത് കേട്ടതല്ലായിരുന്നോ? നിനക്ക് വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഉണ്ടാക്കി കൊടുത്തുവിടായിരുന്നു. എന്നാ കൂടുതൽ സംസാരിക്കല്ലേ. എന്ത് പ്രശ്നം? എന്ത്? ഓ, ഒന്നുമില്ല. അച്ഛന് പ്രോപ്പർ ആയിട്ട് ഫുഡ് കിട്ടുന്നിടത്തല്ല സൈറ്റ്, അത്രേ ഉള്ളൂ. ആ, ഇതിപ്പോ നമ്മളെന്തോന്ന് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യാൻ പറ. ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് വർക്ക് എടുക്കുന്ന എഞ്ചിനീയർ അടുത്ത് പോലെ അച്ഛൻ പറയാൻ പറ. എന്തത്? ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് വർക്ക് എടുക്കാൻ എഞ്ചിനീയർ അടുത്ത് പറയാൻ പറയാന്ന് അച്ഛൻ. ഓ, അച്ഛനാ? ആ, പറവാലോ. ആ ആ അത് ഓഫീസിൽ നിന്ന് സാറ് വിളിച്ചതാ. എന്തിനാന്ന്? എൻ്റെ കുടുംബവിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്തോന്ന് കാര്യം പറ ഒന്ന്. ആ, പിന്നെ ഈ കേരളത്തിൽ എവിടെയാണ് ഇപ്പോൾ ഒരു തട്ടുകട പോലും ഇല്ലാത്തൊരു സ്ഥലമുള്ളത്? എവിടെ നോക്കിയാലും കടകളാണ്. എന്നിട്ട് പിന്നെ അവിടെ കടയൊന്നുമില്ലെന്ന് പറയാം. അത് മണ്ടന്മാരോട് പറയണ പോലെയാണ്. ആ, എൻ്റെ ബാലും നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നാ? പറഞ്ഞിരുന്നെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. കഴിച്ചിട്ട് പോകാമായിരുന്നല്ലോ. 2 കൊണ്ടുപോയാൽ പോരായിരുന്നോ? അതിനിപ്പോൾ എന്തായാലും നാളെ ആവട്ടെ. ഇതിപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെയാണ്. വിഷ്ണുവാ? വിഷ്ണു പറഞ്ഞത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റോ ഹോട്ടലോ ചായക്കടയോ ഒക്കെ ഉള്ളതിൻ്റെ അടുത്ത് വർക്ക് പിടിക്കാൻ പറഞ്ഞ് എഞ്ചിനീയറുടെ അടുത്ത്. ആ, പറ്റുമെങ്കിൽ ഒരു ഹോട്ടലും ഈ വർക്ക് സൈറ്റും ഒരു മതിലിൻ്റെ തൊട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. ആ, അവിടെയൊക്കെ ഉണ്ട്. ഞാൻ കൊടുക്കാം അവൻ്റെ അടുത്ത്. എന്റെ പേര് ഞാനില്ല, ഒന്ന് പോടാ. അമ്മ, ഇതിപ്പോ ഉണ്ടല്ലോ, വിശപ്പൊന്നും ആയിരിക്കില്ല പ്രശ്നം. നമ്മൾ ഇത്രയും സംസാരിച്ചില്ലേ, അതായിരിക്കും അച്ഛനും പ്രശ്നം. അച്ഛൻ പ്രശ്നക്കാരൻ തന്നെ. കൊച്ചേ, നീ പറഞ്ഞ ഡയലോഗ് അച്ഛൻ വരുമ്പോ അച്ഛന് മുമ്പിൽ പറയാൻ പറ്റുമോ? പറയും. ആ, പറഞ്ഞാ മതി. പറഞ്ഞാൽ പിന്നെ തീരുമാനമായി കിട്ടും പറഞ്ഞ കാര്യം. ആ, ഇനിയിപ്പോ എന്തായാലും നമ്മളിപ്പോ സംസാരിച്ചില്ല. അതിനുള്ള അച്ഛൻ വൈകിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. നമ്മൾ കേട്ടോളാം. എന്തായാലും ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടില്ല കേട്ടോ. അയ്യോ, ഞാൻ പണ്ടേ ഇടപെടൂല. നീ വന്നേ ബാ. പയറ് അമ്മ, അച്ഛന് ഇന്ന് മൊത്തം അവിടെ വിശന്നിരിക്കുമല്ലേ? നിങ്ങൾ അച്ഛൻ്റെ സ്വഭാവം അറിയാല. അച്ഛനെ എങ്ങനെയെങ്കിലും ആരെങ്കിലും വിട്ട് ഏതെങ്കിലും ഒരു കട തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും കുറച്ച് ഓവർ കാണിക്കൽ കൂടുതലാണല്ലോ. ഇപ്പം നമ്മളുടെ അടുത്ത് നിന്ന് സെൻറ്റി മേടിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അതിനാണ് ഈ ഇതൊക്കെ എത്ര പ്രാവശ്യം കണ്ടതാ. കഴിച്ച് തേച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആ, വല്ലതും മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. കഴിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഒരു ഭയങ്കര സങ്കടമാണ്. ഇപ്പൊ വീണേനെ എന്തോന്നത് കണ്ടൂടെ? ഓ, വണ്ടിയായിരുന്നോ? അറിഞ്ഞില്ല. പൊയ്ക്കോ. അച്ഛൻ എന്തൊക്കെയോ പറയണ അറിയോ? എന്തിനു മറന്നുപോയാ? ഫുഡ് ഉള്ള സ്ഥലത്ത് വർക്ക് എടുക്കണം പറഞ്ഞിട്ട് അമ്മ അത് പറഞ്ഞു കൊടുത്തില്ലേ? ആണോ? വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞതാ. മരിച്ചവനെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയണ്. എന്നിട്ട് പറയണ എനിക്ക് ജോലി കിട്ടുന്ന അഹങ്കാരമാണ്, അച്ഛനോട് റെസ്പെക്ട് ഇല്ലാന്ന്. ഇപ്പൊ സമാധാനമായല്ല? എടാ, അങ്ങനെ പറയരുത്. അച്ഛൻ എപ്പോഴും കേശു എന്ന് പറഞ്ഞ് വിളിച്ചു കിടക്കുമെങ്കിലും ഏറ്റവും ഇഷ്ടം നിന്നോടാണ്. പിന്നെ അതേടാ, ഈയിടെയായിട്ടേ നീ എന്തെങ്കിലും അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ എൻ്റെ അടുത്ത് നിന്നിട്ട് കംപ്ലൈൻറ്റ് പറയും. നീ അവനങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. അല്ല, അച്ഛന് ചേട്ടനോട് ഇഷ്ടമൊക്കെ കാണും. പക്ഷെ അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ്. അത് വേറെ ചോദ്യം. തുടങ്ങിയല്ല തള്ളു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. അച്ഛന് കേശുവിനോടും ചേട്ടനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പെൺപിള്ളേരായതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്നോടും ചേച്ചിയോടും പാറോടും അത്ര പോരാ. പുതിയ കണ്ടുപിടുത്തം. ശിവ,
നിന്റെ ഈ കോംപ്ലക്സ് പിടിച്ചുള്ള സംസാരമാണ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തത് കേട്ടല്ലേ. അല്ല അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവളെ അച്ഛനെ എന്തൊക്കെ പറയണ്? 100-1 ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ടാ? എന്നിട്ട് അച്ഛനെ അത് തിരിച്ച് ചോദിക്കണ്ട അവളുടെ അടുത്ത് എന്തെങ്കിലും? എന്താ അമ്മ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ. ഇനിയിപ്പോ ലച്ചുവിനെ കയറി പിടിച്ചോ. എന്റെ വായിന്ന് അറിയാതെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ എന്നെ ചീത്ത പറയും. എന്നെ മാത്രമല്ല ആ കുഴിപ്പളത്തുള്ളവരെ വിളിക്കാറുണ്ടല്ലോ. ഓഹോ, നിനക്ക് വിഷമം ഉണ്ടായില്ലേ? ഇതിനേക്കാൾ വിഷമമാണ് ഞാൻ കുറേ കാലമായിട്ട് അനുഭവിച്ചിട്ടിരിക്കണേ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ എന്നെ പറയുന്ന മാത്രമല്ല, എൻ്റെ കുടുംബക്കാരെ മൊത്തം പറയും. എൻ്റെ അച്ഛനെ അമ്മേനെ സഹോദരങ്ങളെയും ബന്ധുക്കളെ മൊത്തം പറഞ്ഞിട്ട് അവസാനം ഒരു വിളിയുണ്ട്, എടി കുട്ടമ്പിളിയുടെ മോളേന്ന്. അതിൽ അവസാനിപ്പിക്കും. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല ഇവിടെ ആർക്കും. അച്ഛൻ അമ്മയെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എങ്ങനെ വിളിക്കുന്നത്? കുട്ടമ്പിള്ളയുടെ മോളേന്ന് വിളിക്കുന്ന കേൾക്കാൻ നല്ല രസമാ. ആണോ? ഇതുപോലെ തന്നെ എനിക്ക് രണ്ടെണ്ണം തരാൻ നല്ല രസാ. ഭയങ്കര സാധനമാണ് ഇപ്പൊ. എന്തായാലും അച്ഛൻ വരുമ്പോഴത്തേക്ക് തരാനുള്ള പൈസ ഒന്ന് കൈയോടെ ചോദിച്ചു മേടിക്കണം. കുറച്ച് സാധനം മേടിക്കാനുണ്ട്. നിനക്ക് എത്ര രൂപ തരാനുള്ളത്? അതൊന്നും നിങ്ങൾ അറിയണ്ട, അത് ഞാനും അച്ഛൻ തമ്മിലുള്ള ഡീലിങ്സ് ആണ്. അവസാനം രണ്ടും കൂടി വഴക്കാകുമ്പോഴത്തേക്കും എല്ലാ ഡീലിങ്സ് എല്ലാവരും അറിഞ്ഞോളും. ഞങ്ങൾ വഴക്കിടാൻ നോക്കിയിരിക്കുവാണല്ലേ. അയ്യോ, അടുപ്പത്ത് സാധനം വെച്ച് അടുപ്പ് കരിയും. ഈ ലച്ചു കരിച്ചിട്ടുണ്ട്. എപ്പോഴും ഉള്ളതാണ്. എന്തെങ്കിലും അടുപ്പത്തൊട്ട് ഇവിടെ കൊണ്ട് വർത്താനം പറഞ്ഞിരിക്കും. ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കും, അടുക്കളയിൽ നിങ്ങൾ ഓടി വരാൻ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞെന്നറിയോ നിനക്ക്? വല്ലപ്പോഴും അല്ലേ കേൾക്കുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇത് പാടാണ്. വൈകിട്ടേ ബാക്കി വെക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോ? പോടി വരുന്നു. ചേട്ടൻ കുറെ കേട്ടിട്ടുണ്ട് കേട്ടാ. ചേട്ടനൊക്കെ പാവമാണ്, പക്ഷെ ഇഷ്യൂ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലേ വരാണ്ട് നീ നോക്കിക്കോ. അങ്ങനൊന്നും വരൂല. വരും വരൂല വരും വരൂല. ഒന്ന് നോക്കി ഇരുന്നോ. മെലഡി മെലഡി അച്ഛനെ വിളിക്കാനും. അച്ഛാ കഴിച്ച അച്ഛാ? എന്താ കഴിക്കാത്ത? ഇതെന്തോന്ന് അച്ഛാ ഇത്? അല്ല, ഇവിടെ നമ്മളെല്ലാരും കഴിച്ചായിരുന്നു. അച്ഛൻ പോയി കഴിക്കച്ചാ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞ എനിക്ക് ദേഷ്യം വരൂട്ടോ അച്ഛാ. അച്ഛൻ പോയി കഴിച്ചിട്ട് വന്നേ. അച്ഛൻ കഴിച്ചിട്ട് എന്നെ വിളിച്ചാ നിങ്ങോട്ട്. ശരി. ഓ കഴിക്കത്തുമില്ല, എന്നിട്ടും അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ. അമ്മ, അച്ഛൻ പറഞ്ഞ കേട്ടാ? അച്ഛൻ പറഞ്ഞു കേട്ടായിരുന്നോന്ന്. അച്ഛനെ വിളിച്ചായിരുന്നോ നീ? ഞാൻ വിളിച്ച്. ഞാൻ കുറച്ചേരം പുറത്തു പോയിരിക്കാന്ന് വിചാരിച്ചാ. കിടന്ന് ഞാൻ ഉറങ്ങിപ്പോവും. അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ചു. എന്താ പറഞ്ഞ അച്ഛൻ? അച്ഛനെ എന്ത് പറയാ, ഞാൻ ഊണ് കഴിച്ചോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. കഴിച്ചോ അച്ഛൻ? എവിടെ നിന്ന്? അവിടെ എല്ലാവർക്കും കൂടെ കഴിക്കാൻ പോകാൻ വേണ്ടി വണ്ടി വന്ന് എല്ലാരും വിളിച്ച്. അച്ഛൻ മാത്രം പോയില്ല. അതെന്ത് പോഞ്ഞ? അച്ഛന് വേണ്ട, അച്ഛൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കുന്നില്ലെന്ന് അച്ഛൻ പറയണേ. അതെന്ത് പറ്റി? അച്ഛന്റെ മനസ്സും വയറും നിറഞ്ഞെന്ന്. രണ്ടും ഒരുമിച്ച് ഒരേ സമയം നിറഞ്ഞില്ലേ? നല്ല കാര്യം. ഇത് ആരുടെ വാശി തീർക്കാനാണ് കഴിക്കാണ്ടിരിക്കണത്? അച്ഛൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, അച്ഛൻ പുറത്തെവിടെയെങ്കിലൊക്കെ പണിക്കൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും സങ്കടമോ വിഷമോ ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും കൂടെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന്. ഇവിടെ അച്ഛനെ വിഷമിപ്പിച്ചത് ആര് വിഷമിപ്പിച്ചിപ്പോ? ചേട്ടനെ എന്തൊക്കെയാ അച്ഛനെ വിളിച്ച് പറഞ്ഞു. ചേട്ടനെ അച്ഛനല്ലേ വിളിച്ചത്? അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനി അച്ഛൻ സൈറ്റിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അമ്മ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മതി. ഹാർഷായിട്ട് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. പോയാലോ വരികയാണോ എന്നെ ഉപദേശിക്കാണ്? പോ ചെല്ലി. ചേട്ടാ, ഇതിപ്പോ വന്ന് അച്ഛനെക്കാളും ദേഷ്യമുള്ളൂ അമ്മയ്ക്ക്. ഞാനേ ഇവിടെ എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൺ വന്നിട്ട് അവിടുത്തെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാന്ന് പറഞ്ഞിങ്ങനെ ചിന്തിച്ചടക്കുമ്പോഴായിരിക്കും അച്ഛൻ ചെറിയ കാര്യത്തിന് എന്നെ വിളിക്കണത്. ആ സമയത്ത് അച്ഛനെ എല്ലാം കൂടി കേട്ടിട്ട് ഉപദേശം കൊടുക്കാൻ ഞാൻ വാഴ്ത്തപ്പെട്ടവളൊന്നും അല്ല, ഒരു സാധാരണ സ്ത്രീയാ. വാഴ്ത്തപ്പെട്ടവളെന്ന് പറഞ്ഞ അമ്മ എന്തുവാ അമ്മ? മനസ്സിലാവാത്തോണ്ട് ചോദിച്ചതാണ്. എന്റെ അമ്മ ഞാൻ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നീ ഇതിന്റെ പേരും പറഞ്ഞ അമ്മ എന്റെ അടുത്ത് ദേഷ്യപ്പെടണ്ട. ഞാൻ നിന്റെ അടുത്ത് എവിടെ ഞാൻ ദേഷ്യപ്പെട്ടോ? ഇവിടെ അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അച്ഛനാണെന്ന് പോലും നോക്കാതെ അച്ഛൻ്റെ അടുത്ത് എന്തെല്ലാമാണ് തിരിച്ചു പറയണത്. അതിന് കുഴപ്പമിട്ട് എൻ്റെ അടുത്ത് ഉപദേശിക്കാൻ പറഞ്ഞു. അമ്മ എന്നെ മെക്കിട്ട് കയറിക്കോ. ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കുന്നത്, ഞാൻ പോണു. എല്ലാം വന്ന് പറയും ചെയ്തിട്ട് ഒന്നും പറയാൻ നിൽക്കില്ലെന്ന് പറയും. ലോകത്തുള്ള എല്ലാ വിവരവും വന്ന് പറയും. ചില ആൾക്കാരുണ്ട് എല്ലാം പറഞ്ഞിട്ട് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേന്ന്. ആ സ്വഭാവമാണ് ലച്ചുവിന്. അവിടെ നിൽക്ക്. പോയാലെങ്ങനെ ശരിയാവണേ? പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം, തല്ലാൻ പറ്റൂല. നീ എന്താ എന്നെ നേരെയാക്കാൻ നിക്ക? എന്റെ അമ്മ ഞാനൊന്നല്ല. ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിങ്ങൾ ആരെയും നേരെയാക്കാൻ പറ്റൂല. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക ഇറങ്ങി ഓടാനായിട്ട്. അതിനിടയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായ കുന്തം മിണ്ടാണ്ടിരിക്കണം അവിടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും അവന്റെ ഇടക്ക് മുഖം വെട്ടിച്ച് പോകണ്ടല്ലോ, അത് നിർത്തിക്കോണം. ഇല്ലെങ്കിൽ അതിനുള്ള മരുന്നൊക്കെ ഇവിടെ ഉണ്ട്. എന്തിനാ മരുന്ന് ഉണ്ടാന്ന്? അല്ല, എന്തേലും ഇല്ല, അമ്മയുടെ ഉണ്ടാവും പറയാൻ വരുമായിരുന്നു. എന്ത് വിഷയം? നീ കിച്ചണിലേക്ക് വരണില്ലേ? വരും, പക്ഷെ ഇപ്പൊ ഇല്ല. അമ്മയുടെ മൂഡ് കുറച്ച് ശരിയാവട്ടെ എന്നിട്ട്. എന്റെ മൂടിന് ഒരു കുഴപ്പമില്ല. കിച്ചണിലേക്ക് കാലിച്ചു. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണല്ലോ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ട്. നിനക്ക് സഹായിച്ചൂടെ? എന്ത് വിഷയം എന്തെന്ന്? അച്ഛൻ വിളിക്കുന്നു. പറയാച്ചാ.
അമ്മയുടെ ഫോൺ കിച്ചണിലായിരിക്കും. എൻ്റെ അച്ഛൻ അമ്മ എന്നെ മുമ്പിൽ കിട്ടുന്നത് ഞാൻ കൊടുക്കാം. എന്താ ആണോ? എൻ്റെ ഫോൺ ഞാൻ ഉപേക്ഷിച്ച് ഇനി അതിലേക്ക് വിളിച്ചാൽ കിട്ടില്ല. എന്താ പ്രശ്നം ഇപ്പോൾ? ആ, ഭക്ഷണം കഴിച്ചില്ലേ? കഴിക്കണ്ട. നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ഫുഡ് കഴിക്കണ്ട. പ്രശ്നം തീർന്നല്ല. ഞാൻ കൊടുക്കാം അവളുടെ. എന്നാ ആച്ചാ, എൻ്റെ അച്ഛൻ കാരണം ഇവിടെ രംഗം വഷളായി വരുവാണ് കേട്ടോ. ഇതെന്ത് വിഷയം തോന്നിപ്പോ? അച്ഛൻ എന്താ പ്രശ്നം? ഇത് ചേട്ടൻ അറിയാം, ഞാൻ കൊടുക്കാം. ഹലോ, എന്താണ് വിഷയം? അച്ഛാ 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 എന്തോന്ന് വെച്ചാ അച്ഛൻ എന്തിനാ എന്നെ എപ്പോഴും വഴക്ക് പറയണത്? എന്താ വിഷയം എന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ എന്തിനാ അച്ഛൻ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ വിഷയം എന്താണെന്ന് അറിഞ്ഞല്ലോ. ഇനി മുറി കയറി വാലടിച്ചോ. ചുട്ടി വെച്ചതല്ല നീ എന്തിനാ എന്റെ കയ്യിൽ ഫോൺ വന്നത്? അതുകൊണ്ടല്ലേ ചേട്ടൻ ഇപ്പൊ കാര്യം അറിയാൻ പറ്റിയില്ലേ? എന്താ വിഷയം എന്താണ് ശരിക്കും? അത് ശരിയാണല്ലോ. ശരിക്കും ഇപ്പൊ എന്താ കാര്യം ചേച്ചി അത് പറയും. അച്ഛന് വിഷമം കാരണം ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ലെന്ന്. അല്ല അപ്പൊ അച്ഛൻ ഒന്നും കഴിച്ചില്ലേ? ഇല്ല. അല്ല അപ്പൊ കടയൊന്നും കണ്ടുപിടിച്ചില്ല? എടാ, കടയൊക്കെ കണ്ടുപിടിച്ച് അച്ഛൻ ഭക്ഷണം കഴിക്കാത്ത കാര്യം നമ്മളോട് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അച്ഛനെ കുറ്റപ്പെടുത്തിയെന്ന്. പിന്നെ ഇതേ ഈ മണ്ടനും അച്ഛനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞെന്ന്. ചേട്ടൻ എന്താ അച്ഛനെ വിളിച്ച് പറഞ്ഞു? ഞാൻ എന്തോന്ന് പറഞ്ഞു? അച്ഛൻ മൊത്തം എന്നെയാണ് പറഞ്ഞത്. ഇത് കൊള്ളാലും ഇപ്പൊ വാദി പ്രതിയായ ലച്ചു, ആ അവിടെ കഥാപ്രസംഗം നടത്തിയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന്. വരാമേ. ലച്ചു ഇങ്ങോട്ട് വരാൻ. കഷ്ടം ആ ഫോണിൽ തന്നെ. അമ്മ, ഈ അച്ഛൻ എന്തോന്നു കുഴപ്പം? നീ അച്ഛനോട് ചോദിക്കടാ, എന്നോടാണ് ചോദിക്കണത്. അമ്മ വന്നണ്ട. നീ എന്നെ ഭരിക്കാൻ വരണം അതിനിടക്ക്. ഇത് കഷ്ണമാണ്. എന്നെ എന്തിനാണോ? കഷ്ണമല്ലടാ, കഷ്ടം. മൊത്തത്തിൽ എല്ലാത്തിനും പിടിച്ച് ഇടിച്ച് കഷ്ണമൊക്കെ ഞാൻ പൊക്കോളും. എന്ത് കഷ്ടപ്പെടാ ഇത്? നീ മടി. അമ്മ, ഞാനൊരു കാര്യം പറയാം. ഇന്നവരെ അനാവശ്യ കാര്യങ്ങൾ ഇന്നവരെ തലയിട്ടിട്ടില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. പിന്നെ നിവൃത്തിയോട് എനിക്ക് ആകുമ്പോൾ അച്ഛനടുത്ത് ഞാൻ എന്തെങ്കിലും പറയും. അപ്പോഴേക്കും അച്ഛൻ എന്നെ പറഞ്ഞ് ഇല്ലാണ്ടാക്കും. ആ സ്വഭാവം ഇനി പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറയണേ. നടക്കില്ലത്. ഇങ്ങനെ പോണെങ്കിൽ ചേട്ടന്റെ അവസാനം മിക്കവാറും അച്ഛനായി കൊണ്ടായിരിക്കും. ഡാഡി നിർത്തടി, നീ കുറെ നേരമല്ല. എന്തായാലും നിങ്ങളുടെ അച്ഛന് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും അതെല്ലാം നമ്മളടുത്തേ കാണിക്കുള്ളൂ അല്ലേ? അതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും അച്ഛൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അതങ്ങനെ തന്നെ ആയിരിക്കും. ആ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അച്ഛൻ എന്ത് പറഞ്ഞാലും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ്. അങ്ങനെ അങ്ങ് പോകും. എന്നിട്ട് ഈ പറയണ ആള് വിട്ടുകൊടുക്കണേ ഞാൻ കണ്ടിട്ടില്ലല്ല. അയ്യോ, അത് നിനക്കറിയില്ലേ? എന്ത്? സത്യം പറഞ്ഞ അതൊരു പൊടി നമ്പറാണ്. ഒന്ന് പിടിച്ച് നിർത്തിയില്ലെങ്കിൽ തലേ കയറും. ഒന്ന് പിടിച്ച് നിർത്തിയില്ലെങ്കിൽ തലേ കയറും. അതുകൊണ്ടാണ് ഒന്ന് വരട്ടി നിർത്തിയേക്കണേ. അത്രേ ഉള്ളൂ. അതെന്തോന്ന്? എനിക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റും, ഞാൻ നോക്കട്ട്. നമ്മൾക്ക് ഇപ്പോഴും ഇള്ള പിള്ളയാണെന്ന് വിചാരിച്ച. ചേട്ടാ എന്തോന്ന് ചേട്ടാ അത്? നമ്മളെല്ലാവരും തണുത്ത് വരുമ്പോ ചേട്ടൻ കത്തി കയറുവാണ്. ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനപ്പുറം ഇറങ്ങിക്കോണം. അടി, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എനിക്കൊരു വിഷയമില്ലടാ. അമ്മ, അച്ഛൻ എൻ്റെ അടുത്തുള്ള നിലപാട് മാറ്റാതെ ഇനി അവിടെ നിൽക്കില്ല. മാറ്റം വരുത്തിയേ പറ്റൂ. ചേട്ടാ, ദേ അച്ഛന്റെ കോള് കണക്ട് ആയിട്ടുണ്ട്. നീ അച്ഛനെ എപ്പോ വിളിച്ച്? ഞാൻ എന്റെ ഇടയ്ക്ക് വിളിച്ചേന്ന്. ചേട്ടനല്ലേ പറഞ്ഞ ചേട്ടന്റെ വിഷമങ്ങളൊക്കെ അച്ഛൻ അറിയണമെന്ന്. ഇതിപ്പോ കേട്ടിട്ടുണ്ടാവും, കേട്ട് കാണും. എന്നാ സംസാരിക്കും. അമ്മ സംസാരിക്കുമാ. ഹലോ അച്ഛാ, ചേട്ടന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ മനസ്സിലായില്ലേ? ദേ ചേട്ടനെ സംസാരിക്കൂടെ അച്ഛനോട്. എനിക്കൊരു പ്രശ്നമില്ല. അമ്മ ഒന്ന് സംസാരിച്ചമ്മന്ന്. ആ വലു അത് വേറൊന്നുമല്ല, നിങ്ങളെ നിലക്കിർത്താൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് വിഷ്ണു പറഞ്ഞു. അപ്പൊ അതവന്റെ ഞാൻ കൊടുക്കാം. അമ്മ വിളിച്ചോ, സംസാരിച്ചോ. ഹലോ അച്ഛാ, ഇത് സുഖമല്ലേ? അച്ഛൻ നിർത്തച്ഛ. അച്ഛൻ എന്തിനാ ആവശ്യമില്ലാതെ? അച്ഛൻ എനിക്ക് ആരും നിനക്ക് ഇരുത്തണ്ട. എനിക്ക് സമാധാനത്തോടെ ജീവിച്ചു പോയാൽ മതി. എന്തോന്നാണ് എന്നെന്തിനാ ഇങ്ങനെ എല്ലാരും ഇട്ട് കൊടുക്കണത്? അച്ഛൻ എന്ത് പറഞ്ഞടാ? അല്ല, അച്ഛൻ ദേഷ്യത്തിൽ പറയണേ. ഞാനല്ല, എന്റെ അച്ഛൻ വിചാരിച്ചാൽ അച്ഛനെ നിലക്കിരുത്താൻ പറ്റില്ല. നിന്റെ അച്ഛൻ വിചാരിച്ച, അതായത് ബാലു വിചാരിച്ച പോലും ബാലുവിനെ നിലക്കിരുത്താൻ പറ്റില്ല. അതെ, ഉറപ്പ്. അറിയാതെ പറഞ്ഞാണെങ്കിൽ അത് കറക്റ്റ് ആണ്. അച്ഛൻ ഇപ്പൊ ദേഷ്യത്തിന്റെയും സങ്കടത്തിന്റെയും നടുക്ക് ഒരു അവസ്ഥ നിൽക്കുകയാണ്. ഇപ്പൊ അച്ഛൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ആരും അച്ഛൻ്റെ അടുത്തടുക്കായിരിക്കുന്നതായിരിക്കും നല്ലത്. പോടാ, നിന്റെ അച്ഛന് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും നമുക്ക് ഓണം വന്ന പോലെയാണ്. അച്ഛനെ പോയിക്കൊണ്ട് വരണവൻ. എന്തായാലേ ഞങ്ങൾക്ക് ഒരാൾക്ക് ഫോണിലൊക്കെ നന്നായി, ഇല്ലെങ്കിൽ അതിനകത്ത് വിളിച്ച് ഒച്ച വെച്ചേനെ. എവിടെ അക്കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ചേട്ടാ ഫോൺ മേടിച്ചു തരാന്ന് പറഞ്ഞു. എപ്പോൾ മേടിച്ചു? ഈ മാസം, അടുത്ത മാസം. ഫോണല്ലേ നിനക്ക് ഓലപ്പ മേടിച്ചു തരാം. ഇവിടെ ഒരു തെറി കെട്ടി ഭ്രാന്ത് പിടിച്ച് നിൽക്കണം. അതിന്റെ ഇടയിൽ കൂടെ അവന്റെ ഫോൺ ഫോൺ. അച്ഛൻ ഇന്ന് ഫോൺ വിളിച്ച് കൊല്ലു കേട്ടോ. എന്ത് വാലു? അതെ, നമ്മളെല്ലാവരും കിച്ചണിലുണ്ട്. ചർച്ചിടക്കാണ്. എന്ത് കുഴപ്പം? എല്ലാവരും പിരിഞ്ഞു പോകണമെന്നാ? ഓക്കെ, പിരിഞ്ഞു പോയിക്കോളാം. ഇവിടെ ചർച്ച നിങ്ങളെക്കുറിച്ച് തന്നെയാണ്.
നിങ്ങൾ മോനെടുക്കാനോ ഫോൺ? ആ കൊടുത്തേക്ക്. നിന്നാ, നിന്നാ. എന്താന്ന് എല്ലാം കൂടി എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലോ. ഒന്ന് പോയെന്ന് പേടിക്കൊന്നും വേണ്ട. അച്ഛൻ്റെ ഫോൺ സംസാരിക്കി. ആ ബാലു അവൻ പോയി. ആ ശരി, നീ വരുമ്പോൾ വിളിക്കാം. എന്താമ്മ? അച്ഛനാ? അയ്യോ അമ്മ, അതെന്താന്ന് വെച്ചാലേ ഞങ്ങൾ ഇന്ന് എണീറ്റപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അപ്പൊ പിന്നെ അച്ഛൻ നേരത്തെ എണീറ്റ് പോവുകയും ചെയ്ത്, അതാണ്. ഇല്ല അത് കുഴപ്പമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അച്ഛനെ വിളിച്ച് ഡീൽ ചെയ്തോളാം. ശരി അമ്മേ, ശരി. നമ്മുടെ അച്ഛനെ കൊണ്ട് വലിയ മേടാണ് കേട്ടോ. എന്താ പറ്റിയേ? അച്ഛൻ വീണ്ടും വിളിച്ച ചേച്ചി? ഓ, രണ്ടും പശ ഒട്ടിച്ച് ചേർത്ത് വെച്ചാണ പോലെ വന്നല്ല. എന്താ പറ്റിയേ? കുഴിപ്പളത്തെ അച്ഛൻ നമ്മുടെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവിടുത്തെ അച്ഛൻ ചോദിച്ചു, ബാലു ഭക്ഷണം ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് വിളമ്പി. അയ്യോ, ഫുഡ് കൊടുത്തുടാഞ്ഞതിനെ കുറിച്ചൊക്കെ പറഞ്ഞ. അത് കേട്ടപ്പോ സിദ്ധുവിന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. എന്നിട്ട് സിദ്ധുവിന്റെ അമ്മ ഫുഡ് പൊതിഞ്ഞു കൊടുത്തു വിടാനൊക്കെ പോയി. നാണക്കേട് ഉണ്ടാക്കോട്ടെ നിങ്ങൾ അച്ഛൻ, ഒരു രക്ഷയില്ല. എന്നിട്ടെന്നാ ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുത്തു വിടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടുത്തെ അച്ഛനും വയ്യാതിരിക്കുമല്ലേ അമ്മ. ഇതെന്താ പ്രശ്നം എന്നറിയാമോ? ഈ ജനാർദ്ദൻ ചേട്ടനും ചേച്ചിക്കും നിങ്ങൾ അച്ഛനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. അത് പിന്നെ അച്ഛനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതെന്താന്ന് എത്ര ആലോചന എനിക്ക് പിടിയിട്ടില്ലെന്ന്. ആ അതറിയില്ലേ? നാട്ടുകാർക്ക് എല്ലാവർക്കും നിന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടാടാ. ഈ ജനങ്ങളുടെ ഇടയിലേ നിങ്ങളുടെ അച്ഛൻ പൊതുസമ്മതനാ. രാഷ്ട്രീയത്തിൽ നന്നായിട്ട് ശോഭിക്കും. ഇലക്ഷൻ എടുത്തി ജയിക്കും. കാരണം നിന്ന് നിപ്പി കാലുവാനാന്നറിയാം. പഠിച്ച കളനാന്ന് എനിക്ക് മാത്രമല്ല അറിയാൻ പാടുള്ളൂ. ഇതിപ്പോ സിദ്ധുവിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നമ്മളെന്ത് പറയുന്നേ? അവരെന്ത് വിചാരിക്കും? നമ്മൾ കുറച്ച് സമയത്ത് അച്ഛന് ഭക്ഷണം കൊടുക്കണില്ല എന്നല്ലേ ചിന്തിക്കത്തുള്ളൂ. നിങ്ങൾ എല്ലാരും കൂടെ എനിക്ക് നാണക്കേട് മേടിച്ചു തരുമോ? അയ്യോ ഇവിടെ പറഞ്ഞേട്ടടാ. നിനക്ക് എത്ര നാണക്കേട്? നീ കുളിപ്പുറത്ത് പോയി നിൽക്കടി. നാണക്കേട് എന്നെ ഇവിടുത്തെ പറയാൻ നോക്കിയിരിക്കുവാണല്ലേ ഏട്ടൻ. ഈ അമ്മ ശ്രദ്ധിക്കാത്തതിന്റെ നാണക്കേട് മൊത്തം എനിക്കാണ് ഇപ്പം. ഞാൻ എന്തേതായി? അമ്മ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നു. അമ്മ ഇന്നലെ എണീറ്റ് ഇന്നലെ രാത്രി വല്ല കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് ദോശയും ചോറും ഉണ്ടാക്കി അച്ഛന് കൊടുത്ത് വിട്ടായിരുന്നെങ്കിൽ ഈ കണ്ട പ്രശ്നം വല്ലതും ഉണ്ടാവൂ? ഞാൻ മിഷനൊന്നുമല്ല, ഒരു മനുഷ്യ സ്ത്രീയാണ്. ആവശ്യമില്ലാത്ത സമയത്ത് മിഷൻ പോലെ പണിയെടുക്കൂല, ആവശ്യമുള്ള സമയത്ത് പറ്റൂലേ. ഈ കൊച്ചിനെ ഞാൻ മിക്കവാറും വല്ലതൊക്കെ ചെയ്യോട്ടാ. അവസാനം ശിവേ തല്ലണം. അതാണല്ലോ വീടിന്റെ പുതു നിയമം. നടക്കട്ടെ. നീ കുഴിപ്പളത്ത് പോകുമ്പോഴത്തേക്കും കുളിപ്പുറത്ത് നീ പോകുമ്പോ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. നീ കുറെ നേരമല്ലേ കുളിപ്പുറത്ത് പോയി. കുളിപ്പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കും. അമ്മ നാളെ എങ്കിലും ഫുഡിന്റെ കാര്യത്തിൽ വീഴ്ച വരത്തില്ല കേട്ടാ. വെന്തട നിന്നിട്ട് വേവത്ര കുറ്റം പറയുന്നോടാ. ഇത്ര കാലം ഞാനല്ലേ വെച്ചോളമ്പി തന്നത്. എന്നിട്ട് ഒരു നേരം എനിക്കൊരു വീഴ്ച വെച്ചപ്പോഴത്തേക്ക് അവൻ കുറ്റം പറഞ്ഞിട്ട് വരണേ ഇങ്ങോട്ട്. നാളെ തൊട്ടേ എല്ലാവരും അവരവർക്ക് എന്താണോ ഇഷ്ടം അത് കിച്ചണിൽ കയറി ഉണ്ടാക്കി കഴിച്ചോട്ടെ. എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ അമ്മി വർത്താനൊക്കെ പറയുകയും ചെയ്യും. ഒരൊറ്റ ഒരെണ്ണത്തിനും അടുക്കളയിൽ കടിപ്പിക്കത്തുമില്ല. നമുക്കറിയാലോ. ഈ കൊച്ചിനെ ഞാൻ അടിക്കല്ലേ നിന്നെ തല്ലിട്ടെന്നാ തല്ലിക്കോ? പാര നിന്നെ തല്ലാ മതിയല്ല. തല്ലിക്കോ? അമ്മക്ക് ഇപ്പൊ ആരെങ്കിലും തല്ലണം. നമുക്ക് തല്ല ഇവിടെ ദേഷ്യം തീർക്കണം. അമ്മ ഒരു സൈക്കോ ഇവരോട് സൈക്കോ. അമ്മയുടെ ഇല്ല കൊടുക്കാം. ഹലോ, നിങ്ങൾക്ക് ഫുഡ് തരാത്തതിന്റെ വരൽ ഈ മക്കളും എല്ലാരും കൂടെ ചേർന്ന് തല്ലിക്കൊന്ന കുഴിയിലിട്ടേക്ക. എന്താ വേണ്ട ഇപ്പൊ? ഫുഡ് കഴിച്ചില്ലെന്നാ? നിങ്ങൾ ഇന്നല്ല ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഫുഡ് കഴിക്കണ്ട. അവിടെ എല്ലാവരും അടുത്തും പറ എനിക്ക് മക്കളും ഭാര്യയും ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ന് പറഞ്ഞ് വളർത്തുന്ന നല്ലത്. എടുത്തോണ്ട് പടി ഫോണ്. ഞാൻ പെട്ടെന്നല്ലേ വന്നേ. ഇപ്പം ലജ്ജ ജംഗ്ഷനിൽ പോയി. അറിഞ്ഞു സാധനം മേടിക്കും. അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ ലജ്ജ എന്തിനു പോയെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോ സാധനം മേടിക്കാൻ പോണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കണ വെറുതെ എന്തിനു ഓടിയെന്നാണ് ചോദിച്ചത്. അച്ഛനെ പേടിച്ചിട്ട്. എന്നെ പേടിക്കാൻ തോന്നി ഞാൻ കാണ്ടാമൃഗോ? രണ്ടാമൃഗത്തിനെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? നീ ആര്? എടാ ഞാൻ വിളിച്ചപ്പോ നീ ഫോൺ എടുത്ത് നിനക്ക് എന്തോ ഒരു വൈക്ലബ്യം പോലെ ഞാൻ ഫോൺ എടുത്തപ്പോ എടാ വിശന്ന് പറഞ്ഞ് മലയുടെ മോളിൽ നിന്നാ നിനക്ക് ഞാൻ ഫോൺ ചെയ്തത്. അപ്പൊ നിനക്ക് എടുക്കാൻ പോയടാ? ഇല്ലടാ. എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശന്ന് അവിടെ ചട്ടായി നീ തിരിഞ്ഞു നോക്കുകയല്ലടാ. സോറി സാർ. എന്തോ സോറിയടാ? ശിവയുടെ പാടാ
അവള് കൂട്ടുകാരുടെ വീട്ടിൽ പോയി. എപ്പോഴാണ് നിങ്ങൾ അവളെ കൂട്ടുകാരിടെ പോയി കിടക്കുന്നത്? അവിടെ ഒന്ന് ചീനിക്കിഴങ്ങ് ആവശ്യം വെച്ചേക്കണ അല്ലേടാ? അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? ഞാൻ കഴിച്ചായിരുന്നു. കോളേജ് ഉളപ്പില്ല കുറെ കമ്മ്യൂണിസ്റ്റ് വെച്ചാണ് എല്ലാം കൂടെ ചെന്ന് പുഴുകി വെട്ടി വിഴുങ്ങി ഞാൻ. എടാ അറിയാമോ, എടാ ഇതുവരെ പച്ച വെള്ളം പോലും കുടിച്ചില്ലടാ. എടാ ഇതുവരെ പച്ച വെള്ളം പോലും പാല് കുടിച്ചിട്ടില്ല. എടാ സാധനം ഇറക്കാൻ വന്ന പണിക്കാർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ എന്നെ വിളിച്ച് ഞാൻ പോയില്ല. അച്ഛൻ്റെ പൈസ ഇല്ലാത്തോണ്ട്. എടാ പൈസ ഇല്ലാത്തോണ്ട് അല്ലടാ, നിന്നെയൊക്കെ ഞാൻ വിളിച്ച് എന്റെ വിശപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ നീയൊക്കെ എന്നെ ആക്ഷേപിച്ചില്ലേ? അതിന്റെ വിഷമം സഹിക്കാതെയാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്ത. ഞാൻ മോളിലത്തെ നിലയ്ക്ക് ചാടി ചാവാൻ പോയാണ്. ഇത് ഞാൻ വേണ്ടെന്ന് ചോദിച്ചു. സോറി ചാ. ഇങ്ങോട്ട് നോക്കടാ, കണ്ടാ കൈവിറക്കണണ്ടാ, വിശന്ന് കൈവിറക്കണണ്ടാ. വിശന്നിട്ടാണ് കൈ ഉറക്കണമെങ്കിൽ ഷുഗർ കൂടിയതായിരിക്കും. ഉടനെ അവൻ ഡോക്ടറായി. ഇവിടെ രക്തബോധം പോലും ഇല്ലടാ. എനിക്ക് വിശപ്പാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അവര് ഭക്ഷണം കൊടുത്ത് അയക്കാൻ തയ്യാറാടാ. ആ കുഴിപ്പള്ളക്കാര് അവരൊക്കെ പൂവിട്ട് പൂജിക്കണടാ. നിന്നെ കണ്ടല്ല കണ്ടെടുത്ത് വെച്ച് ഒട്ടിച്ച് നിന്നൊക്കെ റെഡിയാക്കണം. എല്ലാത്തിനും അടിക്കണം. അച്ഛാ സോറി ചാ, ഇതിപ്പോ എനിക്ക് മനസ്സിലായി അവസ്ഥയാണ്. ഞാനും ഇതുപോലെ ഫീൽഡ് വർക്കിന് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഭക്ഷണം കിട്ടാറില്ല. അത് അവസ്ഥയാണ്, ഓരോ അവസ്ഥയാണത്. എടാ നീ കൊച്ചിയിറക്ക അതുപോലെ വയസ്സായ കളവായി. എടാ വല്ലയിടത്തും ഉരുണ്ട് ചാവൂലടാ. ഇഷ്ടം പോലെ അസുഖം എനിക്കുണ്ടാ. അച്ഛനെന്ത് കുഴപ്പം? അച്ഛനും അസുഖമില്ലല്ലോ. അത് പണ്ടല്ലടാ ചെക്ക് ചെയ്തപ്പോ അസുഖമില്ലാത്ത. ഇപ്പൊ ഇത്ര നാളാണ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടം പോലെ രോഗം ഇറങ്ങി കയറുന്ന ശരീരമാണത്. അറിയാനക്ക് അച്ഛാ ഇപ്പൊ തൽക്കാലം അച്ഛൻ ഫുഡ് കഴിക്കുന്ന ദോശ പച്ചവെള്ളം ഈ വീട്ടിൽ നിന്ന് ഞാൻ കുടിക്കൂല. ഒരു ഭാഗം കഴിക്കില്ല. അച്ഛാ എന്തോന്ന് കളഞ്ഞിട്ട് അച്ഛാ ഉച്ച വിശന്ന് ചത്താലും ശരിയല്ല, ഒന്നും കഴിക്കില്ല. കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കണ്ട, കഴിക്ക്. 5 മിനിറ്റ് തരും. 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇത് കഴിച്ചു തുടങ്ങിക്കോണം. ഇത് നിങ്ങൾ കഴിച്ചില്ലേ ബാലു, ഈ ജന്മത്ത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പച്ചവെള്ളം പോലും കുടിക്കാൻ പോകില്ല. ഇത് പറയണത് പടവെള്ളം കുട്ടമ്പലയുടെ മോള. കഴിക്ക്. 5 മിനിറ്റ് ഉണ്ട്, എന്ത് വേണേലും തീരുമാനിക്കാം. ചോയ് പെട്ടെന്ന് കഴിക്കാൻ നോക്ക്. 5 മിനിറ്റേ ഉള്ളൂ, പിന്നെ കഴിക്കാൻ പറ്റില്ല. എന്തിനു നീ സമയപരിധി വെക്കോ അല്ലടി? ചിരിക്കാടാ. വിശന്ന് കുറഞ്ഞ ചിരിക്കാണ് ഞാൻ തിന്നോട്ടറാ.